താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ഇഷ്യൂവിനകത്തേക്ക് വന്നു വിടുന്നത്? ഒന്നാമത് എൻ്റെ മനോനിലയ്ക്ക് യാതൊരു തകരാറും ഇല്ല എന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ വന്നത്. ഞാൻ ഇതുവരെ ബോബന് മുകളിൽ പട്ടി പോലെ ചെയ്യേണ്ട പിന്നാലെ നടക്കുക എന്നല്ലാതെ എനിക്ക് ഇങ്ങനത്തെ ശീലങ്ങളില്ല. അപ്പം എൻ്റെ എങ്ങനത്തെ ശീലങ്ങളാണ്? ഫേസ്ബുക്കിൽ എഴുതിയിടുന്ന അങ്ങനത്തെയാണോ? ഞാൻ എഴുതിയിടാറില്ല എന്ന് മാത്രമല്ല എനിക്ക് FB അക്കൗണ്ട് ഇല്ല. അപ്പോൾ എനിക്ക് താല്പര്യമില്ല, എനിക്ക് പേഴ്സണൽ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പം ചേട്ടൻ ഇങ്ങനെ ഈ ഒരു സംഭവം ഇട്ടു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു, എടി ഇങ്ങനെ എന്തൊക്കെയോ ചേട്ടനെ തെറി പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കി. അപ്പോൾ അങ്ങനെ ഭയങ്കര മോശമായ രീതിയിൽ ബാഡായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തപ്പോൾ ഞാൻ അവർക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു. അവർ പബ്ലിക്കിലാണ് ഇട്ടിരിക്കുന്നത്, ഞാൻ പേഴ്സണൽ അയച്ചു. നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലായിട്ടില്ലെങ്കിൽ 10 പ്രാവശ്യം വായിച്ച് നോക്കുക, അല്ലെങ്കിൽ മനസ്സിലായ ആരുടെങ്കിലും ചോദിക്കുക, അല്ലാതെ ഇങ്ങനെ എന്തിനാ തെറി പറയുന്നതെന്ന് ചോദിച്ചു. അതിന് അവർ ഭയങ്കര മോശമായിട്ട് ഞാൻ വോയിസ് കേൾപ്പിക്കാം. ആ വോയിസ് ഇപ്പൊ കേൾപ്പിക്കണോ? കേൾപ്പിച്ചോളൂ. ഞാൻ ആരാണ് നിങ്ങളുടെ അടി നീയൊക്കെ വന്ന് ഇതിനകത്ത് ഇത് ചെയ്യുന്നേ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയുമോ? അത് വായിച്ചാൽ മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്, മനസ്സിലായോ? അവന്റെ കോണത്തിലെ മറ്റേ ഇത് പറഞ്ഞിട്ട് ഭാര്യനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. നീ ആരാ? ഞാൻ നിന്റെ പോസ്റ്റ് കമന്റ് ഇട്ടോ? നിന്റെ ഭർത്താവിന്റെ അഡ്വക്കേറ്റ് ആണോ നീ? ആദ്യം സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം ഉണ്ടാക്ക്. പറയാനുള്ളത് സ്വന്തമായിട്ട് അയാൾ പറയട്ടെ, കേട്ടോ? ആ ലെവലാദികള് കെട്ടിയവനും കൊള്ളും ഭാര്യയും കൊള്ളും. എങ്ങനെയുണ്ട്? ഇതിന് ഞാൻ പ്രതികരിച്ചിട്ടുള്ള ആ ഒരു സംഭവമാണ്. ഇപ്പൊ ഇവര് ഇതിന് റിപ്ലൈ കൊടുത്തായിരുന്നോ? ഇതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വന്നുകൊണ്ടിരിക്കുന്നത്